ആപ്കെ അദാലത്തിൽ മുഹമ്മദ് അസറുദ്ദീന്റെ മേലുള്ള കുറ്റാരോപണം അദ്ദേഹം സ്വന്തം ഭാര്യയുടെ വാക്കുകൾ മാത്രമേ കേൾക്കുള്ളൂ എന്നുള്ളതാണ്. അസർ സാർ, താങ്കൾ മൊറാദാബാദിലുള്ള ജനങ്ങൾക്ക് വാഗ്ദാനം നൽകിയിരുന്നു കറണ്ട് അഥവാ ബിജിലി നൽകുമെന്ന്. പക്ഷെ ജനങ്ങൾ ചോദിച്ചു, ബിജിലി എന്ന് വെച്ചാൽ താങ്കളുടെ ഭാര്യയല്ലേ? അതിപ്പോ ആക്ച്വലി എന്താ കാര്യം എന്താണെന്ന് വെച്ചാൽ അവരും എൻ്റെ കൂടെ ഒരുപാട് ക്യാമ്പയിൻ നടത്തിയിട്ടുണ്ട്. ക്യാമ്പയിൻ നടത്തിയത് കൊണ്ട് എൻ്റെ വിജയത്തിൽ അവർക്കും വളരെ നല്ല പങ്കുണ്ട്. അവരും ഒരുപാട് സ്ഥലത്ത് വന്നിട്ടുണ്ട്, ഒരുപാട് വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അവർ പിന്നെ എവിടെ പോയാലും മിന്നൽ പോലാണ് പോകുന്നത്. അതുകൊണ്ട് ബിജിലി വരിക തന്നെ ചെയ്യും. അപ്പൊ ജനങ്ങൾ ഇതാണ് ചോദിക്കുന്നത്, താങ്കളുടെ ജീവിതത്തിൽ ബിജിലി വന്നു കഴിഞ്ഞു. അതെ. പക്ഷേ മൊറാദാബാദിൽ എന്നാണ് ബിജിലി വരുന്നതെന്ന്? വരും, ഉറപ്പായിട്ടും വരും. ഈ 5 വർഷത്തിനുള്ളിൽ ഞങ്ങളുടെ പരിശ്രമവും അതുതന്നെയാണ്. പെട്ടെന്ന് തന്നെ കറണ്ട് എത്തിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നു. അതായത് ഞാൻ MP ആയിരുന്ന സമയത്ത് 10 മുതൽ 12 മണിക്കൂർ വരെ കറണ്ട് ഓഫിലായിരുന്നു. പക്ഷേ ഇപ്പോൾ 6 മണിക്കൂർ നേരമേ കട്ടാകുന്നുള്ളൂ. ഒരാഴ്ചക്കുള്ളിൽ ഇത്രയും പണി നടന്നു. ബാക്കി പണികൾ ഉടൻ തന്നെ നടക്കും. പക്ഷേ ഇത് സത്യമാണോ? താങ്കളുടെ ഉള്ളിലുള്ള ഹൃദയത്തിന്റെ തുടിപ്പ് താങ്കളുടേതാണ്, പക്ഷേ അത് നിയന്ത്രിക്കുന്നത് സംഗീത മേഡമാണെന്ന്? അങ്ങനെയല്ല, ഞാൻ ഉറപ്പായിട്ടും അവരുടെ വാക്ക് കേൾക്കില്ലെന്ന് പറയുന്നില്ല. പക്ഷേ എപ്പോഴും ഞാൻ അവരുടെ വാക്ക് കേൾക്കുന്നില്ലെന്ന് പറഞ്ഞ് കംപ്ലൈന്റ് ചെയ്യാൻ പതിവ്. നിങ്ങൾ റിവേഴ്സാണ് പറയുന്നത്. അവളുടെ കംപ്ലൈന്റ് എന്താണെന്ന് വെച്ചാൽ ഞാൻ എന്റെ ഇഷ്ടത്തിന് ചെയ്യുന്നു, അവളുടെ വാക്ക് കേൾക്കില്ല എന്നാണ് കംപ്ലൈന്റ്. അങ്ങനെയാണെങ്കിൽ താങ്കൾ പബ്ലിക്കിനോട് തന്നെ പറയൂ, താങ്കൾ താങ്കളുടെ ഭാര്യയുടെ വാക്കുകൾ കേൾക്കുമോ? ഇല്ല, ഞാൻ കേൾക്കില്ല എന്ന് പറയുന്നില്ല. കേൾക്കേണ്ട വാക്കാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും കേൾക്കും. അതുപോലെ ആർഗ്യുമെന്റുകളുടെ കാര്യത്തിൽ ഞങ്ങൾ വാദിക്കുകയും ചെയ്യും, അത് ഉറപ്പാണ്. ഇടയ്ക്കിടയ്ക്ക് ആർഗ്യുമെന്റ് നടക്കുമോ? ഇടയ്ക്കിടയ്ക്ക്. പക്ഷേ അവസാനം താങ്കൾ സറണ്ടർ ആവും. അതറിയാവുന്ന കാര്യമല്ലേ. പെണ്ണിന്റെ മുന്നിൽ ആണുങ്ങൾ എപ്പോഴും സറണ്ടർ ആവണം, അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. താങ്കളുടെ ബാല്യകാല സുഹൃത്തുക്കളോട് ഞാൻ സംസാരിച്ചിരുന്നു. അവർ പറയുന്നത് ബാല്യകാലത്ത് താങ്കൾ സൈക്കിൾ ഓടിക്കുമായിരുന്നു. അതെ. അവർ പറയുന്നത് അസറുദ്ദീൻ വളരെ സിമ്പിളാണ്. അസറുദ്ദീന് അറിയാവുന്ന ഒന്നേ ക്രിക്കറ്റ് ഗ്രൗണ്ട്, നമാസ്, പിന്നെ വീട്. ഇപ്പോഴും അങ്ങനെ തന്നെ. ഞാൻ സിമ്പിളായിട്ട് നിങ്ങളുടെ എല്ലാവരും മുന്നിൽ വന്നിരിക്കുകയല്ലേ. അല്ല, അവര് പറഞ്ഞത് എന്റെ നേച്ചറിൽ ഇതുവരെയായിട്ട് ഒരു ചേഞ്ചസും ഉണ്ടായിട്ടില്ല. എന്റെ ഫ്രണ്ട്സൊക്കെ നേരത്തെ നിങ്ങൾ എങ്ങനെയായിരുന്നു അങ്ങനെ തന്നെയാണ് ഇപ്പോഴും ഇരിക്കുന്നത് പറയാറുണ്ട്. പക്ഷെ അവര് പറഞ്ഞത് സംഗീത താങ്കളുടെ ജീവിതത്തിൽ വന്നതിന് ശേഷം താങ്കളുടെ സ്റ്റൈല് തന്നെ മാറിയെന്നാണ്. അതായത് താങ്കളുടെ ഫാഷൻ മാറി, അതുപോലെ തന്നെ താങ്കളുടെ ഡ്രസ്സിങ്ങിന്റെ സെൻസ് തന്നെ മാറിയിരിക്കുന്നു, താങ്കളുടെ ലുക്ക് തന്നെ മാറിയിരിക്കുന്നു. അതായത് ഹീറോ കാര്യമില്ലേ. ഞാൻ എങ്ങനെയാണ് ഹീറോ ആവുന്നത്? ഹീറോ ആയിരുന്നെങ്കിൽ ഞാൻ പടത്തിലുണ്ടാവുമായിരുന്നില്ലേ. ഞാനൊരു ഹീറോ ആയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഫിലിമിൽ അഭിനയിച്ചേനെ. പക്ഷേ ഞാൻ അവരിൽ നിന്നൊക്കെ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. ആർട്ടിസ്റ്റിനൊക്കെ അവരുടേതായ സ്വന്തമായ ഡിസൈനേഴ്സ് ഉണ്ടാകും. അവർക്ക് എപ്പോഴും എന്താണ് ചെയ്യേണ്ടത് ചെയ്യേണ്ടാത്തത് എന്ന് നല്ലപോലെ അറിയാം. സോ അവരുടെ നിന്ന് ഞാൻ ഒരുപാട് പഠിച്ചിട്ടുണ്ട്, ഞാനും പഠിപ്പിച്ചിട്ടുണ്ട്. താങ്കൾക്ക് അവരെന്താണ് പഠിപ്പിച്ചു തന്നത്? അവരെന്നെ പഠിപ്പിച്ചു തന്നത് എന്താണെന്ന് വെച്ചാൽ, ശരിക്കും പറഞ്ഞാൽ സ്റ്റൈൽ എന്താണെന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഡ്രസ്സ് ധരിക്കുന്ന രീതികളെ പറ്റി, അതുപോലെ അവരും എന്നിൽ നിന്ന് ഒരുപാട് പഠിച്ചിട്ടുണ്ട്, പലതും പറഞ്ഞു കൊടുത്തിട്ടുമുണ്ട്. താങ്കൾ എന്താണ് പഠിപ്പിച്ചു കൊടുത്തത്? അവരെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലൊരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ എപ്പോഴും ഒരു സില്ലി പോയിന്റിലായിരിക്കും ഉണ്ടാവുക. അതെന്റെ ഒരു പോളിസിയാണ്. ഞാൻ എപ്പോഴും സില്ലി പോയിന്റിൽ തന്നെയായിരിക്കും ഉണ്ടാവുക. ഇതുപോലെ. പക്ഷേ ഇത് സത്യമാണോ? അവർ വന്നതിന് ശേഷമാണ് താങ്കളുടെ ജീവിതത്തിൽ പല മാറ്റങ്ങളും ഏർപ്പെട്ടത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അങ്ങനെ വളരെ വലിയൊരു മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. ക്രിക്കറ്റ് കളിക്കുമ്പോഴും അങ്ങനെ തന്നെ ആയിരുന്നു. ക്രിക്കറ്റ് വളരെയധികം മുന്നേറി കഴിഞ്ഞു. TV-യിലൊക്കെ ക്രിക്കറ്റ് കാണിച്ചു തുടങ്ങിയിരുന്നു. അതായത് 93-94 ശേഷം TV-യിൽ ഒരുപാട് ഗെയിം വരാൻ തുടങ്ങി. ഇന്ത്യൻ ടീമിന് ഒരുപാട് ചാനലുണ്ടായി. അങ്ങനെ ഒരുപാട് ചാനലുകൾ വന്നതുകൊണ്ട് ക്രിക്കറ്റ് ടീമിന് നല്ല ഡെവലപ്മെന്റും ഉണ്ടായി. അങ്ങനെ അത് പോപ്പുലറായി മാറുകയായിരുന്നു. ജനങ്ങളൊക്കെ TV-യിൽ ഇത് കാണാൻ തുടങ്ങി. ഇത് സത്യമാണോ? താങ്കൾ കുറച്ച് ഷൈ ടൈപ്പാണ്, അതായത് ജനങ്ങളെ വളരെ കുറച്ച് മാത്രമേ മീറ്റ് ചെയ്യാറുള്ളൂ. പക്ഷേ അതിനുശേഷം ധാരാളം ജനങ്ങളെ കാണാൻ തുടങ്ങി. ഞാനിപ്പോഴും ഷൈ തന്നെയാണ്. കുറച്ചാൾക്കാരെ മാത്രമേ ഞാൻ കാണുകയുള്ളൂ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഫ്രണ്ട്സ് പോലും വളരെ കുറച്ചേ ഉള്ളൂ. അവരെ മാത്രമേ ഞാൻ കാണുകയും ചെയ്യാറുള്ളൂ. കാരണം കളിക്കുന്ന സമയത്ത് എനിക്ക് അതിനുള്ള അവസരങ്ങൾ കുറവായിരുന്നു. ഗ്രൗണ്ടിൽ നിന്ന് റൂമിൽ നിന്ന് ഫംഗ്ഷൻ, അങ്ങനെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. താങ്കൾ ഒരു ഫിലിം സ്റ്റാറിനെ കല്യാണം കഴിക്കാനുള്ള കാരണം എന്തായിരുന്നു? അതായത് ഞാനന്ന് ചെറിയൊരു കുട്ടിയായിരുന്നപ്പോൾ എൻ്റെ അമ്മ എന്നെ വിളിച്ചിട്ട്, മോനെ നീ കടയിൽ പോയിട്ട് ഈ സാധനം വാങ്ങിച്ചിട്ട് വാ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ സാധനം മേടിക്കാനായിട്ട് മാർക്കറ്റിലേക്ക് പോയി. ആ സമയത്ത് മുത്തച്ഛൻ്റെ കൂടെ ആയിരുന്നു ഞാൻ. സിനിമ കാണാനുള്ള അനുവാദമൊന്നും അനുവാദമില്ലായിരുന്നു. ആ സമയത്താണ് ഷോലെ പിക്ചർ ഗ്രാമത്തിൽ റിലീസായത്. അപ്പോൾ ഒരു ഡയലോഗ് കേട്ടു. ഞാനത് അവിടെ തന്നെ നിന്ന് കേട്ടു. അപ്പോൾ അമ്മ അവൻ പോയിട്ട് ഒരുപാട് നേരമായി എന്ന് പറഞ്ഞ് വേലക്കാരനെ പറഞ്ഞു വിട്ടു. അപ്പോൾ ഞാൻ തീരെ ചെറുപ്പമായിരുന്നു. അപ്പോൾ വേലക്കാരൻ എൻ്റെ മുന്നിൽ കൂടെ തന്നെ കടന്നുപോയി. ഞാൻ പക്ഷെ അവിടെ തന്നെ നിൽക്കുകയായിരുന്നു. അയാൾ എന്തിനാ വന്നെന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു. അതിനുശേഷം ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ എനിക്ക് നല്ല തല്ല് കിട്ടി. സോ ആ സമയത്ത് ഇതുപോലൊക്കെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്.
സോ അമ്മ താങ്കൾ സിനിമ കണ്ടതുകൊണ്ട് അടിച്ചു, പക്ഷെ അതെ. താങ്കൾ ഒരു സിനിമ ആർട്ടിസ്റ്റിനെ തന്നെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. വേണമെങ്കിൽ അങ്ങനെയും പറയാം. അതൊരു നല്ല കാര്യമല്ലേ? ഞാൻ സംഗീത മാഡത്തിന്റെ ഒരു ഇന്റർവ്യൂ കണ്ടിരുന്നു. അതിലവർ പറയുന്നു ഫസ്റ്റ് ടൈം നിങ്ങൾ മീറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ രണ്ടുപേരും ഒരു ആഡ് ഫിലിം ചെയ്യുകയായിരുന്നെന്ന്. അപ്പോൾ യാതൊരു വിധത്തിലുള്ള ഫ്രണ്ട്ഷിപ്പോ സ്നേഹമോ ഒന്നും ഇല്ലായിരുന്നെന്നാണ്. ആ സമയത്ത് ഞാൻ വളരെ യങ്ങാണ്, വളരെ ഷൈയും ആയിരുന്നു. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ശരിക്കും നാണിക്കുന്ന ഒരാളായിരുന്നു. പക്ഷെ അവർ പറയുന്നു അതിനുശേഷം കുറച്ചായിട്ട് ന്യൂസ് പേപ്പറിൽ താങ്കളെക്കുറിച്ച് വരാൻ തുടങ്ങി. അതായത് അസറുദ്ദീനും സംഗീതയ്ക്കുള്ളിൽ എന്തോ റൊമാൻസ് ഉണ്ടെന്ന്. അതിനുശേഷമാണോ ഇത് സ്റ്റാർട്ട് ചെയ്തത്? താങ്കൾ പറഞ്ഞത് ശരിയാണ്. ആ സമയത്ത് മീഡിയയാണ് എനിക്ക് ശരിക്കും ഹെൽപ്പ് ചെയ്തത്. അപ്പൊ താങ്കൾ പറഞ്ഞു വരുന്നത് മനസ്സിൽ കുറച്ചുണ്ടായിരുന്നു, ബാക്കിയുള്ളത് അതെ, മീഡിയയാണ് അവർ തന്നെയാണ് ഉയർത്തിക്കൊണ്ടുവന്നത്. തുടങ്ങിയത്. ജനങ്ങൾക്ക് അസറുദ്ദീൻ സാറിനോട് എന്തെങ്കിലും ചോദ്യം ചോദിക്കണമെങ്കിൽ ചോദിക്കാം. യാ, താങ്കൾ. അസറുദ്ദീൻ സർ, താങ്കൾ സംഗീത മാഡത്തിനെ ലവ് ചെയ്യുന്ന സമയത്ത്, അതായത് പ്രേമിക്കുന്ന സമയത്ത് താങ്കൾക്ക് കളിയിൽ ഇൻട്രസ്റ്റ് കുറഞ്ഞു അല്ലേ? ഉറപ്പായിട്ടും ഇല്ല. വേണമെങ്കിൽ നിങ്ങൾ ആ റെക്കോർഡ് ഒന്നുകൂടി ഇട്ട് നോക്ക്. നല്ല സ്ട്രാറ്റജി ഉണ്ടാകും. അത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ആ സമയത്ത് എത്ര സ്കോർ എടുത്തിട്ടുണ്ട്, എത്ര ഹൺഡ്രഡ്സ് അടിച്ചിട്ടുണ്ട് എന്നൊക്കെ. അതിനുശേഷം ഞാൻ ക്യാപ്റ്റൻസിയിൽ നിന്ന് ഞാൻ 96, 97 മാറുകയായിരുന്നു. പിന്നീടും 2 വർഷം ഞാൻ ക്യാപ്റ്റൻ ആയിരുന്നു. ആ സമയത്ത് ഞാൻ 8-10 ടൂർണമെന്റ് ജയിക്കുകയും ചെയ്തു. പക്ഷെ എനിക്ക് ആകെയുള്ള വിഷമം ഞാൻ ഒരു വേൾഡ് കപ്പ് എടുത്തില്ല. അതിന്റെ ഒരു വിഷമമുണ്ട്. ക്രിക്കറ്റ് ലൈഫിൽ എന്റെ വിഷമം അത് തന്നെയാണ്. താങ്കൾ ഞങ്ങളുടെ മനസ്സിലും അതായത് ജീവിച്ചിരിക്കുകയാണ്. ഇല്ല, എന്റെ അടുത്തൊരു വ്യക്തി പറഞ്ഞു ഏത് അസറുദ്ദീനാണോ 156 ക്യാച്ച് ചെയ്ത് വേൾഡ് റെക്കോർഡ് നേടിയത്, ആ അസറുദ്ദീനെ സംഗീത ബിജലാനി ക്യാച്ച് ചെയ്തെന്ന്. അത് സത്യമാണ്. താങ്കളെക്കുറിച്ച് റിസർച്ച് ചെയ്യുന്ന സമയത്ത് ഞാനൊരു കാര്യം മനസ്സിലാക്കി, താങ്കൾക്ക് പഴയ പാട്ടുകളാണ് ഇഷ്ടം, അതായത് ദുഃഖകരമായ പാട്ടുകളാണ് താങ്കൾക്ക് ഇഷ്ടം. അത് സത്യമാണ്. കാരണം ഇതിനു മുമ്പ് പാട്ടുകളിലൊക്കെ ഒരുപാട് മീനിങ്ങുകൾ ഉണ്ടായിരുന്നു. ഇപ്പോ മീനിങ്ങുകളില്ലല്ലോ. നേരത്തെയൊക്കെ ചെറിയ ചെറിയ ടേപ്പ് റെക്കോർഡുകൾ ഉണ്ടായിരുന്നു. അത് കേട്ടാണ് ഞങ്ങളൊക്കെ വളർന്നത്. അതിങ്ങനെ മനസ്സിൽ പതിഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ പാട്ടുകളൊക്കെ ഇഷ്ടമായിരുന്നു. പക്ഷെ സംഗീത മാഡത്തിന് അങ്ങനെയുള്ള പാട്ടുകളൊന്നും ഇഷ്ടമല്ല. ഇല്ല, ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാനും അങ്ങനെയുള്ള പാട്ടുകളൊന്നും കേൾക്കാറുമില്ല. ഇപ്പൊ താങ്കൾ മാഡത്തിന് ഇഷ്ടമുള്ള പാട്ടുകളാണോ ഇടുന്നത്, അതോ താങ്കൾക്ക് ഇഷ്ടമുള്ള? ഇപ്പോൾ ഞാനങ്ങനെ പാട്ടുകളൊന്നും കേൾക്കാറില്ല. രാഷ്ട്രീയത്തിലിറങ്ങിയ പിന്നെ പാട്ടുകളൊന്നും കേൾക്കാറില്ല. ഇപ്പൊ എന്റെ തലച്ചോറിലുള്ളത് ഒന്ന് മാത്രമേ ഉള്ളൂ. ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും നല്ലത് ചെയ്യണമെന്ന് വീണ്ടും വീണ്ടും ഞാൻ ആലോചിക്കുന്നത് അത് തന്നെയാണ്. എനിക്കതാണ് ചെയ്യേണ്ടതും. താങ്കൾ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും കടന്നു വന്നിരിക്കുകയാണ്. താങ്കൾ ഒരു സമയത്ത് ബാങ്കിൽ ജോലി ചെയ്യുകയായിരുന്നു. അവിടെ വെറും 800 രൂപയായിരുന്നു താങ്കൾക്ക് ശമ്പളം. ആ സമയത്ത് താങ്കൾക്ക് ധാരാളം സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. അവരോടൊപ്പം ക്രിക്കറ്റ് കളിക്കുമായിരുന്നു, സൈക്കിളിൽ യാത്ര ചെയ്യുമായിരുന്നു. ആ സുഹൃത്തുക്കളെയൊക്കെ താങ്കൾ ഇപ്പോഴും നേരിട്ട് മീറ്റ് ചെയ്യാറുണ്ടോ? കാണാറുണ്ട്. ഞാൻ എപ്പോഴൊക്കെ ഹൈദരാബാദ് പോകുന്നു അപ്പോഴൊക്കെ പഴയ സുഹൃത്തുക്കളെ കാണാറുണ്ട്. പക്ഷേ ചില ആൾക്കാർ വിദേശത്തേക്ക് പോയി, ചില ആൾക്കാർ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. സോ അവരെ കാണുന്നത് എനിക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. ഇപ്പോൾ ഒരു കാര്യം ഓർമ്മ വരുന്നു. ഞാൻ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് അവരോടൊപ്പം ഒരുപാട് കളിച്ചിട്ടുണ്ട്. ഒരുപാട് മാച്ചുകൾ അവരോടൊപ്പം കളിച്ചിട്ടുണ്ട്. അവരിലൊരാൾ എന്നോടൊപ്പം ക്യാമ്പയിനിങ്ങിനും വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒരുപാട് സന്തോഷമായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് പവൻ. വീട്ടിൽ പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറഞ്ഞോ, അതോ ക്രിക്കറ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറഞ്ഞോ? ഇല്ല, വീട്ടിൽ എന്നെ അങ്ങനെ ആരും തടഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ നല്ല ക്രിക്കറ്റ് കളിക്കാരനായതുകൊണ്ട് നല്ലപോലെ എൻകറേജ് ചെയ്യുമായിരുന്നു. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ നിസാം കോളേജിൽ കളിക്കുന്ന സമയത്ത് അച്ഛൻ ജോലിക്ക് പോകുന്ന സമയത്ത് ആ വഴിയാണ് പോകാറുള്ളത്. അച്ഛൻ ഓഫീസിൽ പോകുന്ന സമയത്തൊക്കെ അങ്ങോട്ട് നോക്കുമ്പോൾ ഞാൻ കളിക്കുന്നതാണ് കാണാറുണ്ടായിരുന്നത്. അവിടെ ഞങ്ങളുടെ നിസാം കോളേജിലെ ബാറ്റിംഗ് നടക്കുന്നത്. അപ്പോൾ അച്ഛൻ അവിടെ ഇറങ്ങി കാണാറുണ്ടായിരുന്നു. ഏകദേശം പകുതി മാച്ചോളം അച്ഛൻ കണ്ടിട്ടാണ് പോകാറുള്ളത്, ഓഫീസിൽ പോകുന്നത്. അതുപോലെ തന്നെ എൻ്റെ ഗ്രാൻഡ് ഫാദർ അവിടെ വന്ന് മാച്ച് കാണാറുണ്ടായിരുന്നു. സോ താങ്കൾക്ക് എങ്ങനെ എൻകറേജ് കിട്ടിയോ അതുപോലെ തന്നെ താങ്കൾ താങ്കളുടെ മക്കൾക്ക് ഉറപ്പായിട്ടും എൻകറേജ് ചെയ്യും. പക്ഷേ ഞാൻ ആരെയും ഫോഴ്സ് ചെയ്യാറില്ല. ഞാൻ എൻ്റെ കുട്ടികളോട് പറയാറുള്ളത് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്രിക്കറ്റ് കളിക്കൂ എന്ന് തന്നെയാണ്. അതൊരു പക്ഷേ ഞാൻ കളിച്ചുകൊണ്ടാണെന്ന് കരുതണ്ട. അച്ഛൻ കളിച്ചതുകൊണ്ട് ഞാനും കളിക്കുന്നു എന്ന് ചിന്തിക്കരുതെന്ന് ഞാൻ പറയാറുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്ക് നല്ലപോലെ കളിക്കാന്നുള്ള കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കളിച്ചോളൂ. ഇപ്പോൾ എൻ്റെ 2 കുട്ടികളും കളിക്കുന്നുണ്ട്. താങ്കളുടെ മക്കൾ കളിക്കുന്നുണ്ട്. അവരുടെ കളിയെക്കുറിച്ച് അവരുടെ ഗെയിം വളരെ ഡിഫറൻ്റ് ആണ്. ഒരാൾ ലെഫ്റ്റ് ഹാൻഡ്, മറ്റൊരാൾ റൈറ്റ് ഹാൻഡ്. മൂത്താൾ ഒരു അറ്റാക്കിംഗ് പ്ലെയർ ആണ്. എന്നെക്കാളും ചിലപ്പോൾ വലിയൊരു കളിക്കാരനായി മാറാൻ സാധ്യതയുണ്ട്. എനിക്ക് വിശ്വാസമുണ്ട്. താങ്കളുടെ വിശ്വാസം എന്താണ്? അവരും നല്ല ഒരു പ്ലെയേഴ്സായിട്ട് വരുമെന്നാണോ താങ്കൾ? അതവരുടെ ഹാർഡ് വർക്ക് പോലിരിക്കും. ഹാർഡ് വർക്കും കൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ടും സെലക്ട് ആകുകയും ചെയ്യും. അവർക്ക് അതിനുള്ള കോച്ചിങ് താങ്കൾ കൊടുക്കുന്നുണ്ടോ? അതെ, ഞാൻ അവർക്ക് കോച്ചിങ് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചാളിനുള്ളിൽ താങ്കളുടെ കോച്ചിങ്ങിന്റെ റിസൾട്ട് നമുക്ക് കാണാം. അത് എന്റെ കോച്ചിങ് കറക്റ്റാണ്. റിസൾട്ട് തരുന്നത് അവരാണ്. എനിക്ക് അവർക്ക് കൂടി കളിക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ അവരിപ്പോ നല്ലപോലെ പഠിച്ചിട്ട് തന്നെയാണ് കളിക്കുന്നത്. രജിത് സാറിനെ പറ്റി താങ്കളുടെ അഭിപ്രായം എന്താണ്? രജിതങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ രജിതങ്ങൾ ഇപ്പോൾ നല്ല ഫിറ്റാണ്. പക്ഷെ ഞാൻ നല്ല തടി വെച്ചു. എന്റെ വെയിറ്റ് കൂടിയിരിക്കുന്നു. പക്ഷേ രജിതങ്ങൾ ഇപ്പോഴും നല്ല സ്ലിമായിട്ട് തന്നെയാണ് ഉള്ളത്. നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. കണ്ടില്ലേ, നല്ല രസമല്ലേ കാണാൻ.
എനിക്ക് ഒരു കാര്യം താങ്കളോട് ചോദിച്ച് മനസ്സിലാക്കണം. താങ്കളുടെ ഈ ഫിറ്റ്നസ്, താങ്കളുടെ മുഖത്തിന്റെ ഈ പ്രകാശം, ഈ ബ്രൈറ്റ്നസ്, ഇതൊക്കെ എങ്ങനെയാണ് കിട്ടുന്നത്? അതിൻ്റെ രഹസ്യം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ഭയങ്കര കൺട്രോൾഡ് ആണ്. എൻ്റെ ഫുഡൊക്കെ ഞാൻ വളരെയധികം കൺട്രോൾ ചെയ്താണ് കഴിക്കുന്നത്. അതുപോലെ ഞാൻ നല്ല ട്രെയിനിങ് ഒക്കെ ചെയ്യാറുണ്ട്. ഇവിടെയുള്ള പല ആൾക്കാർക്കും അത് അറിയില്ല. ഞാനൊരു ദിവസം ഒരു 100 മീറ്റർ ഒക്കെ ഓടും. എൻ്റെ 100 മീറ്ററിൻ്റെ ടൈം നോക്കുകയാണെങ്കിൽ 11:05 to 11:06 സെക്കൻഡിനുള്ളിൽ ഒരു 100 മീറ്റർ ഒക്കെ ഫിനിഷ് ചെയ്യും. ഈ കാര്യം പല ആൾക്കാർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെയാണ്. പിന്നെ എനിക്ക് നാച്ചുറൽ ഫിറ്റ്നസ് ഉണ്ടായിരുന്നു, പക്ഷെ അതിൽ കൂടുതൽ എനിക്ക് ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും എൻ്റെ ഈ ഫിറ്റ്നസ് ഇങ്ങനെ നിൽക്കുന്നത്. ഇപ്പോൾ ഈ കാര്യം ചോദിച്ചുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ഇന്നുവരെയായിട്ടും എനിക്ക് കൈക്കോ കാലിനോ മുട്ടിനോ വേദനയൊന്നും ഉണ്ടായിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ബാക്ക് പെയിൻ മാത്രം ഉണ്ടാകും. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ തുടക്കത്തിൽ തന്നെ ട്രെയിനിങ് എടുത്തിട്ടുണ്ടായിരുന്നു. ആളുകൾ ഫിറ്റ്നസിനെ കുറിച്ച് പറയുന്നത് ഞങ്ങൾ 10-15 ദിവസം ചെയ്യും, അതിനുശേഷം ഫിറ്റ് ആകും എന്നൊക്കെയാണ്. പക്ഷേ അത് അങ്ങനെയല്ല. ഫിറ്റ്നസ് എന്ന് പറയുന്ന ഒരു ലൈഫ് ടൈം ഹാബിറ്റ് ആയിരിക്കണം. നിങ്ങൾ ചിലപ്പോൾ ഒരു ദിവസമോ അല്ലെങ്കിൽ കുറച്ച് ദിവസമോ അങ്ങനെ വിട്ട് ചെയ്യുകയാണെങ്കിൽ അതുകൊണ്ട് പ്രയോജനമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. സോ ഇംഗ്ലീഷിൽ പറയാറുണ്ട് ഫിറ്റ്നസ് ഈസ് ലൈഫ് ലോങ് ഹാബിറ്റ്സ് എന്ന്. താങ്കൾ ലൈഫ് ലോങ് ഹാബിറ്റ് മാറ്റിയിരിക്കുന്നു. താങ്കളെ ഫിറ്റായിട്ടാണ് ഞങ്ങൾ കണ്ടിരിക്കുന്നത്. താങ്കൾ ക്രിക്കറ്റ് കളിക്കുമ്പോൾ പോലും ഗ്രൗണ്ടിൽ വീഴുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല. പക്ഷേ ഈ കാലഘട്ടത്തിലെ പ്ലേയേഴ്സിനെ നോക്കുകയാണെങ്കിൽ അവർ ഗ്രൗണ്ടിൽ കളിക്കുന്ന സമയത്ത് പലപ്പോഴും പരിക്ക് പറ്റി ഗ്രൗണ്ടിൽ നിന്ന് മാറുന്നു. ഇപ്പോഴൊക്കെ ക്രിക്കറ്റിന്റെ പ്രാധാന്യം വളരെയധികം കൂടിക്കഴിഞ്ഞിരിക്കുന്നു. ഞാൻ പറയുന്നത് പ്ലെയർ കുറച്ച് ഇഞ്ചുർഡ് ആണെങ്കിൽ പോലും ആ ഇഞ്ചുറിക്ക് ഒരു 2 ദിവസം റെസ്റ്റ് എടുത്താൽ തന്നെ ആ ഇഞ്ചുറി ക്യൂർ ആയിടും. എനിക്ക് തോന്നുന്നത് പ്ലെയർ അൺഫിറ്റ് ആണെങ്കിലും ഇപ്പോൾ കൂടുതൽ മാച്ചൊക്കെ കളിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഇഞ്ചുറി പിന്നെയും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അവർ വിചാരിക്കുകയാണ് ഒരുപക്ഷെ കളിക്കാതിരിക്കുകയാണെങ്കിൽ അവരുടെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും വന്ന് കളിക്കും, അതുകൊണ്ട് ഇവർ വീണ്ടും ഫസ്റ്റിൽ തന്നെ തുടങ്ങേണ്ടി വരുമെന്നൊക്കെ. ഇത് തന്നെയാണ് കാരണം. ഒരുപക്ഷെ അവരൊരു നല്ല പ്ലെയർ ആണെങ്കിൽ, നല്ലപോലെ കളിക്കുമെന്ന് അവർക്ക് ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ ടീമിനോട് പറയണം എനിക്ക് ഇഞ്ചുറി ആയിട്ടുണ്ട്, എനിക്ക് ഈ കളി കളിക്കാൻ പറ്റില്ല എന്ന്. അതുകൊണ്ട് ടീമിനും ഗുണമുണ്ട്, അതുപോലെ തന്നെ നമുക്കും ഗുണമുണ്ട്. ഇപ്പോൾ കുറേ ആൾക്കാരിങ്ങനെ ഇഞ്ചുർഡ് ആകുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യം, പ്ലെയേഴ്സ് അവർ തന്നെ വേണം ആലോചിക്കാൻ. ഞാനൊരു നല്ല പ്ലെയറാണ്, അതുപോലെ വർഷം മുഴുവൻ ഇന്ത്യക്ക് വേണ്ടിയിട്ട് കളിക്കാനായിട്ട്. അപ്പോൾ അവർ അതിന് അനുസരിച്ചിട്ട് നല്ലപോലെ ട്രെയിനിങ് ഒക്കെ ചെയ്യണം. ട്രെയിനിങ് കൂടിയാലും കുറഞ്ഞു പോയാലും ഇഞ്ചുർഡ് ആകും. ഇപ്പോൾ ഉദാഹരണത്തിന് സഹീർ ഖാൻ്റെ ഒരു എക്സാമ്പിൾ എടുത്താൽ അത് ശരിക്കും ഒരു അൺഫോർച്ചുനേറ്റ്ലി നടന്നൊരു സംഭവം തന്നെയാണ്. സഹീർ ഖാൻ വീണു, തോളിൽ നല്ല പരിക്കും പറ്റുകയും ചെയ്തു. അത് നല്ല ആഘാതമുള്ളൊരു വീഴ്ച തന്നെയായിരുന്നു. അങ്ങനെയുള്ള ഇഞ്ചുറി നോക്കുകയാണെങ്കിൽ ശരിക്കും പ്ലെയേഴ്സാണ് ഇഞ്ചുറി വരാതെ സ്വയം രക്ഷിച്ച് നിൽക്കേണ്ടത്. ഏത് പ്ലെയറിനെയാണ് താങ്കൾ നല്ല ഫിറ്റാണെന്ന് കരുതുന്നത്? എൻ്റെ അഭിപ്രായത്തിൽ ഈ കളിക്കുന്നവരുടെ കൂട്ടത്തിൽ ഗസ്ലോഗിയാണ് നല്ല ഫിറ്റ്. അതുപോലെ ഡേവിഡ് റിച്ചാർഡും നല്ല ഫിറ്റാണ്. പിന്നെ കപിൽ ഭായിയെ നോക്കുകയാണെങ്കിൽ എല്ലാവരെക്കാളും ഭയങ്കര ഫിറ്റാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അദ്ദേഹം വളരെ നല്ല ഫിറ്റാണ്. 94 മാച്ച് കളിക്കുന്ന സമയത്ത്, റൺ ഇൻ ബിറ്റ്വീൻ ഓടുന്ന സമയത്ത് അദ്ദേഹം ശരിക്കും ഞങ്ങൾക്ക് രണ്ടുപേർക്കും തുല്യമായിട്ട് തന്നെയായിരുന്നു ഓടിക്കൊണ്ടിരുന്നത്. ശരിക്കും ഈക്വൽ തന്നെ ആയിരുന്നു. അതുപോലെ ഓസ്ട്രേലിയൻ പ്ലെയേഴ്സും വളരെ നല്ല ഫിറ്റാണ്. പിന്നെ നമ്മുടെ ഇന്ത്യൻ ടീമിലെ കൈഫ് വളരെ നല്ല ഫിറ്റായ ആളാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അയാൾക്ക് നല്ല അവസരങ്ങൾ കൊടുക്കുന്നില്ല. അത് കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നു.